ഹലോ സ്റ്റുഡൻസ്, +2 മാത്തമാറ്റിക്സ് ഇൻ്റഗ്രേഷൻ എന്ന 7th ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസിൽ 6 ഫോർമുല നമ്മൾ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടൈപ്പാണ് ഇൻ്റഗ്രൽ ഓഫ് ദ ടൈപ്പ് ഇൻ്റഗ്രൽ dx divided by ax square plus bx plus c. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഇന്റഗ്രൽ ഓഫ് ദ ടൈപ്പ് ഇന്റഗ്രൽ dx divided by ax square plus bx plus c ഇസ് ഡിനോമിനേറ്ററിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നു. അപ്പൊ ഈ ടൈപ്പിലുള്ള ഇന്റഗ്രൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യണം. ഒരു സ്ക്വയറിലേക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഈ ഇന്റഗ്രൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ 6 ഇന്റഗ്രൽ ഫോർമുലയിൽ ഏതെങ്കിലും ഒരു ഇന്റഗ്രൽ ടൈപ്പിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിലൂടെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ dx divided by x square minus 6x plus 13. അപ്പൊ ഫസ്റ്റ് x square minus 6x plus 13നെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഫോർ ദാറ്റ് x square minus 6x plus 13, xന്റെ കോഎഫിഷ്യന്റ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് -6. Coefficient of x divided by 2 calculate ചെയ്യാം. is -6 divided by 2 equal to -3. അതിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. -3ന്റെ സ്ക്വയർ 9. അപ്പോ 6/2 3 ആണ്. 3 സ്ക്വയർ 9. ഫസ്റ്റ് 2 ടേംസ് കഴിഞ്ഞിട്ട് ആ 9 ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ -6x പ്ലസ് 9 -9 പ്ലസ് 13. അങ്ങനെ ചെയ്താൽ ഫസ്റ്റ് 3 ടേംസ് a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആയിട്ട് വരും. ഹിയർ x, പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയ കോഎഫിഷ്യന്റ് ഓഫ് x/2 എത്ര കിട്ടിയ -3 ആണ്. അപ്പൊ x -3 ഹോൾ സ്ക്വയർ ആയിരിക്കും. x സ്ക്വയർ മൈനസ് 2 into x into 3 6x പ്ലസ് 3 സ്ക്വയർ 9. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 13 minus 9 equal to 4. ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഈക്വൽ ടു x -3 ഹോൾ സ്ക്വയർ പ്ലസ് 4നെ സ്ക്വയർ ആക്കി എഴുതാം. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് 2 സ്ക്വയർ. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x -3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. നമ്മൾ ചെയ്തത് അത് മാത്രമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്താണെന്ന് പഠിച്ചതാണ്. അത് നമ്മൾ ഇവിടെ ചെയ്തു. അത് ഇതേ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട. 6/2 3 ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയത് x -3 ഹോൾ സ്ക്വയർ 9. അപ്പൊ 13 നിന്ന് ആ 9 മൈനസ് ചെയ്താൽ 4 കിട്ടും. നെക്സ്റ്റ്, ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച ആ 6 ഇന്റഗ്രലിൽ ഏതോ ഒരു ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ dx by x സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് വരുമ്പോൾ 1/a tan inverse
എക്സ് ബൈ എ പ്ലസ് സി. ആ ഫോർമുല അവിടെ എഴുതാം. ആ ഫോർമുലയിൽ ഹിയർ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ആണ്. എയുടെ പ്ലേസിൽ 2 ആണ്. എ ഈക്വൽ ടു 2. അത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ബൈ എ ദിസ് 2 tan inverse x minus 3 divided by 2 plus c. ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോ ഈ ഇന്റഗ്രല് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററിൽ വരുന്നതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ യൂസ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ആ 6 ഇന്റഗ്രലിൽ ഏതോ ഒരു ടൈപ്പിലേക്ക് വന്നു. അതിന്റെ ഫോർമുല എഴുതി അതിൽ എക്സിനും എക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. വൺ മോർ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ dx divided by x square plus 2x plus 2. So, consider denominator x square plus 2x plus 2 equal to coefficient of x is 2. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 by 2 equal to 1. 1 square equal to 1. അപ്പോൾ x square plus 2x 1 ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. പ്ലസ് 1 മൈനസ് 1 റിമൈൻ ചെയ്യുന്ന പ്ലസ് 2. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ 2. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 2 ആണ്. 2ന്റെ ഹാഫ് 1. 1 സ്ക്വയർ ഈക്വൽ ടു 1 ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു, റിമൈൻ ചെയ്യുന്ന പ്ലസ് 2 എഴുതി. അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 2 മൈനസ് 1 ഈക്വൽ ടു 1. നെക്സ്റ്റ് ഇവിടെ വരുന്ന നമ്പറിനെ സ്ക്വയർ ആക്കി എഴുതണം. എ സ്ക്വയർ ഫോമില് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഫോർമുല ഇന്റഗ്രൽ dx ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1 by a tan inverse x by a plus c. Here x equal to x plus 1, a equal to 1. Substitute ചെയ്താൽ 1 by 1 tan inverse x plus 1 by 1 plus c. 1 by 1 equal to 1, x plus 1 by 1 equal to x plus 1. For tan inverse x plus 1 plus c. ഇതാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ dx by 3x സ്ക്വയർ പ്ലസ് 13x മൈനസ് 10. ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനിലും എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു. ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3. 3x square plus 13x minus 10. ഫസ്റ്റ് തന്നെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കണം. 3 ഇൻറ്റു ഈ 3 ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3x സ്ക്വയർ ബൈ 3 പ്ലസ് 13x ബൈ 3 മൈനസ് 10 by 3 equal to 3 into x square plus 13 by 3 minus 10 by 3. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ നിന്നും കൂടുതലായിട്ട് വരും. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലെങ്കിൽ
ആ കോഎഫിഷ്യന്റ് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക. അങ്ങനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എല്ലാ ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് x ഈക്വൽ ടു 13/3 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 2 13/6 കിട്ടും. 13/3 ഡിവൈഡ് ബൈ 2 വരുമ്പോൾ 13/6. അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. സ്ക്വയർ ഈക്വൽ ടു 169/36 ഈക്വൽ ടു 3 into x square plus 13/3x plus 169/36 minus 169/36 minus 10/3. അപ്പൊ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് 3 ടേംസ് a plus b whole square ആയിരിക്കും. That is 3 into x plus ഇവിടെ കിട്ടിയത് 13/6 whole square. ഇത് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് 169/36 മൈനസ് 10/3 ഈക്വൽ ടു 36/3 ഡിവൈഡ് ബൈ നമുക്ക് 36. ഹിയർ 36 ആയതുകൊണ്ട് മൈനസ് 169 3 into 12 ആണ് 36. അപ്പോൾ 12 into 10 120. അപ്പൊ 36 ആണ് LCM. ഇവിടെ 36 ആയതുകൊണ്ട് മൈനസ് 169 into 1 that is 169 തന്നെ മൈനസ് 3 ആണ്. അപ്പൊ 3 into 12 ആണ്. അപ്പോ 10 into 12 120 ഈക്വൽ ടു മൈനസ് 169 മൈനസ് 120 289 ഡിവൈഡഡ് ബൈ 36. അപ്പൊ ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഈ രണ്ടും സിംപ്ലിഫൈ ചെയ്താൽ വി ഗെറ്റ് 289 ഡിവൈഡഡ് ബൈ 36. ഇതിനെ നമുക്ക് സ്ക്വയർ ഓഫ് എ നമ്പർ ആക്കി എഴുതണം. 3 into x plus 13/6 whole square. 289 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 17. 36 6 17/6 whole square. അപ്പോ നമ്മള് 3x square plus 13x minus 10 സ്ക്വയർ ഓഫ് നമ്പേഴ്സ് കംപ്ലീറ്റ് ദ സ്ക്വയർ ആയിട്ട് ചെയ്തു. ഇനി ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ 3x square plus 13x minus 10 ന്റെ പ്ലേസിൽ 3 into x plus 13/6 whole square minus 17/6 whole square equal to 3 1/3 take outside into integral dx by x square minus a square. ആ 6 ഇന്റഗ്രൽ dx by x square minus a square ന്റെ ഫോർമുല എഴുതുക. ഈക്വൽ ടു 1/2a log modulus of x minus a divided by x plus a plus c ഈക്വൽ ടു അപ്പോൾ നമ്മൾ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്ത എക്സിന്റെ പ്ലേസിൽ x plus 13/6 ഏഴ് സ്ഥാനത്ത് 17/6 ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1/3 into 2
a 17/6 log x minus a is x plus 13/6 minus a 17/6 divided by x plus 13/6 plus 17/6 plus 2 into 3 6 divided by 6. അപ്പോൾ അത് കട്ട് ആവും. We get 1/17 log here x plus x 13/6 minus 17/6. 13 minus 17 4. So minus 4/6 divided by 13 plus 17. 30 divided by 6 plus c equal to 1/17 log 4/6 2/3 divided by x plus 15/3 plus c equal to ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും 1/17 log 3x minus 2 divided by 3 divided by 3x plus 15 by 3 plus c. So divide by 3 divided by 3 cut ചെയ്താൽ 1/17 log 3x minus 2 divided by 3x plus 15 plus c answer കിട്ടും. അപ്പോൾ 1/17 log 3x minus 2 by 3x plus 15 ആൻസർ കിട്ടും. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഒരുപാട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണിത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക. കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഔട്ട് സൈഡ് എടുത്തു, ആ 3 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്തു. 13/3 ഡിവൈഡ് ബൈ 2 കൂടെ വരുമ്പോൾ 13/6 സ്ക്വയർ ചെയ്യുമ്പോൾ 169/36 ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഡിവൈഡ് ബൈ 36 169 ഇവിടെ 12 ആണ്. 12 into 3 ആണ് 36. അപ്പൊ 12 into 10 120. 169 129 289. 289 means 17 square ആണ്. 36 6 square. x square minus a square ഫോമിൽ ആണുള്ളത്. അപ്പൊ ഇന്റഗ്രൽ dx by x square minus a square ഇതാണ് ഫോർമുല. ആ ഫോർമുലയിൽ എക്സിന്റെ പ്ലേസിൽ x plus 13/6 ഏക സ്ഥാനത്ത് 17/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ 3 into 2 6 ആയതുകൊണ്ട് 6ഉം 6ഉം കട്ട് ചെയ്യും. 1/17 മാത്രം വരും. ഇവിടെ 13 minus 17 minus 4 ആണ്. അപ്പൊ -4/6. 13 plus 17 13/6. 4/6 is 2/3. 30/6 is 15/3. അപ്പോൾ 3x minus 2 ഇവിടെ 3x plus 15. ഈ രീതിയിൽ ആൻസർ വരും. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഇന്റഗ്രൽ dx by 9x square plus 6x plus 5. അപ്പൊ നേരത്തെ ചെയ്ത അതേ രീതിയിലൊന്ന് നോക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ dx divided by ഇവിടെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 9 into 9x square by 9 plus 6x by 9 plus 5 by 9. Take this 9 outside. 1/9 integral dx by 9x square by 9 x square plus 6x by 9. 3 cut ചെയ്താൽ 2x by 3 2/3x plus 5/9. Next, coefficient of x is 2/3.
2/3 into 2 കട്ട് ചെയ്താൽ 1/3 വരും. 1/3 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താൽ 1/9. അപ്പൊ 1/9 ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ 1/9 ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് 2/3x പ്ലസ് 1/9 മൈനസ് 1/9 പ്ലസ് 1/9 മൈനസ് 1/9 പ്ലസ് 5/9 equal to 1/9 into integral dx divided by x plus 1/3 whole square. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് 3 ടേംസ് ആണ് x plus 1/3 whole square വന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് 1/9 പ്ലസ് 5/9 ഈക്വൽ ടു ഡിവൈഡ് ബൈ 9 കോമൺ ആണ്. മൈനസ് 1 പ്ലസ് 5 മൈനസ് 1 ഈക്വൽ ടു 4/9 കിട്ടും. പ്ലസ് 4/9. നെക്സ്റ്റ് സ്റ്റെപ്പില് 4/9 ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആക്കിയിട്ട് എഴുതുക. അപ്പൊ ഈക്വൽ ടു 1/9 into integral dx divided by x plus 1/3 whole square plus 4 2 square ആണ് 9 3 square ആണ്. Therefore 2/3 square. ഇത് ഏത് ഫോർമുലയാണ്? 1/9 into integral dx by x square plus a square is 1/a tan inverse x by a plus c. Here x equal to x plus 1/3, a equal to 2/3. Substitute here. For 1/9 into 1/a, a is 2/3. Tan inverse x by a, x plus 1/3 divided by 2/3 plus c equal to 1/9 into 2, 18. 18/3 is 6. Tan inverse x plus 1/3 cross multiply ചെയ്താൽ 3x plus 1/3. or 3x plus 1 divided by 3 whole divided by 2/3. അപ്പൊ ഈ 3 കട്ട് ചെയ്താൽ 1/6 tan inverse 3x plus 1 by 2 plus c ആൻസർ കിട്ടും. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നത് 1/6 tan inverse 3x plus 1/2 plus c ആണ്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ മെത്തേഡിൽ ഞാൻ ഇവിടെയും ചെയ്തത്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 9 ആയതുകൊണ്ട് ടേക്ക് 9 ഔട്ട്സൈഡ് 1/9 ഇന്റഗ്രൽ dx by x square plus 6/9 2/3 ആണ്. അപ്പൊ 2/3x plus 5/9. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് എടുക്കണം. അപ്പൊ 2/3 into 2. അപ്പൊ 2 കട്ട് ചെയ്താൽ 1/3 ആൻസർ കിട്ടും. 1/3 സ്ക്വയർ ആയ 1/9 ആഡ് ചെയ്തു സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 ടേംസ് x പ്ലസ് 1/3 ഹോൾ സ്ക്വയർ 5/9 മൈനസ് 1/9. 5 മൈനസ് 1 എത്രയാ? 4 ആണ്. അപ്പൊ 4/9. 4/9 ഈക്വൽ ടു 2/3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഇന്റഗ്രൽ ആ 6 ഇന്റഗ്രലിന് ഇന്റഗ്രൽ dx by x സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. അതിന്റെ ഫോർമുല എന്താണ്? 1/a tan inverse x by a plus c. എക്സിന്റെ സ്ഥാനത്ത് x plus 1/3, എയുടെ സ്ഥാനത്ത് 2/3. അപ്പൊ 1/9 into 1/a 2/3 tan inverse x plus 1/3 by 2/3
9 into 2, 18/3, 6, tan inverse x plus 1/3 cross multiply ചെയ്യുമ്പോൾ 3x plus 1/3 by 2/3. 3യും 3 കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയ 1/6 tan inverse 3x plus 1/2 plus c കിട്ടും. നെക്സ്റ്റ് 3 ഹോംവർക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ഡി എക്സ് ബൈ 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 അല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആക്കണം. അതിനുവേണ്ടി 1/2 ഇവിടുന്ന് ഔട്ട് സൈഡ് എടുത്ത്, ഇവിടെ ഈ രണ്ട് പ്രോബ്ലത്തിനും കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണ്. അപ്പോൾ 3 കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുക. അതിനുശേഷം ആ 6 ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ആകും. ഫോർമുല യൂസ് ചെയ്ത് ഈ 3 ഇൻ്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യുക.